നമ്മളെ തൊട്ടടുത്തിരുന്ന് ചൂണ്ടിട്ടിരുന്ന ആ ചേട്ടന് എത്രമാത്രം മീനിനെ കിട്ടിയിട്ട് നോക്കട്ടെ. കുഴപ്പമില്ലാത്ത സൈസ്. ഇവിടെ കയറാം, സെറ്റാണ്. ഹായ്, ഹലോ, ഇറ്റ്സ് മീ അഭിഷേകാണ്. വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം സ്പോട്ടായ കോഴിക്കോട് ബീച്ചിൽ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് ഉദ്ദേശിക്കുന്നത് എങ്ങനത്തെ ഫിഷിങ്ങാണെന്ന് വെച്ചാൽ മാൽച്ചൂണ്ട എറിയാൻ വന്ന, റീലും റോഡിലും സെറ്റ് ചെയ്തിട്ട് മാൽച്ചൂണ്ട എറിയാൻ വന്ന ചെമ്മീനാട്ടോ ബൈറ്റായി യൂസ് ചെയ്യുന്നത്. അപ്പം ചൂണ്ടക്കാരൊന്നും ഇല്ല അധികം. ഞാൻ ഇരിക്കുന്ന സ്പോട്ടിൽ കുറച്ച് ഒരു 3-4 മീറ്റർ കഴിഞ്ഞിട്ട് 3 ആൾക്കാരുണ്ട്, അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം എന്തെങ്കിലും അടിക്കുമെന്ന്. അപ്പോൾ ഈ മാൽച്ചൂണ്ട കെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെമ്മീൻ എവിടെയും കിട്ടാനില്ല, ചെമ്മീൻ വില കൂടിയെന്ന് തോന്നുന്നു, അതുകൊണ്ട് എവിടെയും കിട്ടാനില്ല. ഞാൻ കുറേ ഹാർബറിലൊക്കെ പോയി, പുതിയാപ്പ ഹാർബറിൽ പോയി, എവിടെ നിന്നും കിട്ടാനില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് ഈ റോഡിന് ഇങ്ങനെ പോയപ്പോൾ ഒരാൾ ഇങ്ങനെ വെച്ച് വിൽക്കുന്ന അവിടുന്ന് വാങ്ങിയതാണ് ഒരു 100 രൂപയ്ക്ക്. അപ്പോൾ 100 രൂപയ്ക്ക് എന്തുമാത്രം മീനിനെ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. അപ്പം ഈ മാൽച്ചൂണ്ട എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീൻ എന്ന് വെച്ചാൽ കോരേനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏട്ട, ഈ 2 മീനാണ് മെയിൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. മീൻ അടിക്കുമോ നോക്കാം. അത്യാവശ്യം വെയിൽ വന്നിട്ട് ഞാൻ അധികം പറയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഈ ലൈൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്, മാൽച്ചൂണ്ട എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ വെച്ചാൽ നമ്മളൊന്ന് ചൂണ്ടയിടാമെന്ന് ഒറ്റയ്ക്ക് കേട്ടോ, അതാരും ഇല്ല കൂടെ. സ്പോട്ടിൽ ഞാൻ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് എനിക്ക് സെറ്റ് ചെയ്ത് പോരായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2-2.5 മീറ്റർ ലൈൻ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ കെട്ടിയെടുത്ത് വരുമ്പോഴേക്കും ഒരു 1 മീറ്ററിൻ്റെ അടുത്ത് 1.5 മീറ്ററിൻ്റെ അടുത്തുള്ളൂ വരിക. ഓക്കെ, 2.5 മീറ്റർ അല്ല നമ്മൾ പറഞ്ഞു, അത് 2.5 മീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വെച്ച് കട്ട് ചെയ്തെടുക്കാം. കത്രിക ഉണ്ട്, പഴയ കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഇതിനി സെറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ മച്ചാമാരെ നമ്മൾ എടുത്തിരിക്കുന്ന ലൈന് 80 mm സാധാ ചൂണ്ടിൽ കണ്ണിയാട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു ചാണ് വിട്ടിട്ട് ഒരു കെട്ട് കൊടുക്കാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ലൈന് ഇങ്ങനെ മടക്കി വെച്ചിട്ട്, കണ്ടില്ല നിങ്ങൾ, ഈ 2 ലൈനിൻ്റെയും ഏകദേശം ഒന്ന് പിടിച്ചിട്ട് നമുക്കൊരു 3 ഹുക്ക് അതിൽ സെറ്റ് ചെയ്യണ്ടേ. ഒന്നിപ്പം ഏകദേശം ഇവിടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് കൊടുത്തിട്ട് ഒരു ലൂപ്പ് കൊടുക്കാം. ഓക്കെ, ഒരു ലൂപ്പ് കൊടുത്ത് പിന്നെ ഒരു ലൂപ്പും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊടുക്കാം. ഓക്കെ, ഒരു ലൂപ്പ് കൊടുത്ത് പിന്നെ അതേ സെയിം ലൂപ്പ് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 ഭാഗത്തേക്കും വലിച്ച് ടൈറ്റ് ആക്കിയാൽ. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലൈനിൻ്റെ ഇവിടെ ഒരു കെട്ടായി മാറി. ഓക്കെ, അപ്പോൾ ഇത് ഈ ലൈനിൻ്റെ 2 എൻഡും പിടിച്ച് ഒരു റിങ് അടിക്കാം. നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. കണ്ടില്ലേ, ഈ ലൈനിൻ്റെ 2 എൻഡും പിടിച്ച് ഒരു റിങ് അടിക്കുക. അങ്ങനെ ഒന്നുകൂടെ കാണിച്ചു തരാം. ലൈനിൻ്റെ 2 എൻഡും പിടിച്ച് റിങ് അടിക്കുക. എന്നിട്ട് ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൈന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ലൂപ്പ് അടിച്ചില്ലേ, ലൂപ്പ് അടിച്ചതിൻ്റെ 2 സൈഡിലേക്കും ഏകദേശം നിശ്ചിത ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് കൊടുക്കുക. എന്നിട്ട് അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ കെട്ടി വെച്ച ലൈനില്ലേ, ആ ലൈന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇതാ ഈ കെട്ടില്ലേ, നമ്മളിവിടെ ഒരു ആദ്യം ഓൾറെഡി 2 ലൂപ്പ് കൊടുത്ത ആ കെട്ട്, അത് ഇതിൻ്റെ ഈ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ സെൻട്രലായിട്ട് ഏകദേശം കൊണ്ടു നിർത്തുക. എന്നിട്ട് ഈ 2 എൻഡും ഉണ്ട്, പിടിച്ച ഈ 2 എൻഡില്ലേ,
ഈ രണ്ട് എൻഡും ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ഈ ലൈനൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്ഷൻ ഉണ്ടാവും. നോക്കാം നമുക്ക്. ഒന്നും കൂടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മടക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ജസ്റ്റ് നിവർത്തി കൊടുക്കുക, അത്രേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മളെ മാൽച്ചൂണ്ട സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം റെഡിയായി. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കെട്ടി വരുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിൽ ചൂണ്ടൽ എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ചൂണ്ടക്കുളത്ത് ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു സൈഡില്ലേ, നമുക്ക് രണ്ട് സൈഡും ആവശ്യമില്ല. ഇതിൻ്റെ ജസ്റ്റ് ഇവിടെ ഒരു സൈഡ് കട്ട് ചെയ്താൽ ഇതാ ഒരു കുളത്ത് കെട്ടാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് ഉരുക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലാട്ടോ നമ്മൾ ഹുക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്ക് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ആ ലൈനില്ലേ, ആ ലൈനിൻ്റെ എൻഡിൽ ചൂണ്ടക്കുളത്ത് കെട്ടാൻ പോവാണ്. അപ്പോൾ കാർബൺ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാ ഈ സൈസാട്ടോ, ഏകദേശം എൻ്റെ ചൂണ്ടുവിരലിൽ വെച്ചാൽ ഇത്ര വലുപ്പമുണ്ടാവും. കാണിച്ചു തരാം, ഇത്രത്തോളം വലുപ്പമുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കെട്ടിയെടുക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഈ കാർബൺ ഹുക്കിൻ്റെ ഈ എൻഡിലൊരു റിങ് ഉണ്ടാവും, അതിലൂടെ കെട്ടിയെടുക്കുന്നതുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ലൂപ്പൊന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിലൊരു ഊരാക്കുടുക്ക് ഇട്ടിട്ട് കെട്ടിയെടുക്കുന്നു. ഓക്കെ, ആ കുളത്തുള്ളതിനെ കൊണ്ടാണ് കേട്ടോ. കാർബൺ ഹുക്കിനൊക്കെ ആ കുളത്ത് വരുന്നുണ്ട്, കണ്ടില്ലേ. ഈ കാർബൺ ഹുക്ക് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആമസോണിൽ നിന്നൊരു ബോക്സ് എടുത്ത കേട്ടോ. ഇതിൽ പല സൈസുള്ള ഹുക്സും ഉണ്ട്, ചെറുതും വലുതുമായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മീഡിയം സൈസ് ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഹുക്കാട്ടോ യൂസ് ചെയ്യുന്നത്, കാർബൺ ഹുക്ക്. നല്ല ഷാർപ്പ് ഹുക്കാണ്. കാരണം ഇതിൻ്റെ എൻഡൊക്കെ കണ്ടില്ല നിങ്ങൾ, ഒക്കെ പായി കഴിഞ്ഞാൽ മിസ്സാവില്ല ഒരിക്കലും. ഓക്കെ, കെട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മളിതാ ചൂണ്ടൽ ഏകദേശം കെട്ടിയെടുത്തുണ്ട് കേട്ടോ. മാൽച്ചൂണ്ട ഒരു 4 കുളത്താട്ടോ നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ബ്രൈഡിലേക്ക് എങ്ങനെ കെട്ടിയെടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഒരു വെയിറ്റും ആഡ് ചെയ്യാനുണ്ട്, അതും കാണിച്ചു തരാം. അപ്പം ബ്രൈഡ് ലൈൻ്റെ എൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കെട്ടി വെച്ച ചൂണ്ടൽ കണ്ണീൻ്റെ എൻഡും എടുത്തിട്ടുണ്ട്. 2 എൻഡ് ഉണ്ട്. താഴത്തെ എൻഡിൽ നമുക്ക് വെയിറ്റ് ഇടാം. ഇവിടെ ഇതാ ഒരു ചാണൊക്കെ വിട്ടിട്ട് ഒരു 30 സെൻറ്റിമീറ്ററൊക്കെ വിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കെട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു കെട്ടും കൂടെ കൊടുത്ത് ജസ്റ്റ് ഇതാ വിളിച്ചൊന്ന് ചെറുങ്ങനെ ടൈറ്റ് ചെയ്യും. എന്നിട്ട് ഇത് പുതിയ ലൂപ്പാട്ടോ, ഇത് കണ്ടോളൂ നിങ്ങൾ. അപ്പോൾ എന്നിട്ട് ആ കെട്ടായി മാറി കേട്ടോ അവിടെ. എന്നിട്ട് ആ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ബ്രൈഡ് ലൈനില്ലേ ജസ്റ്റ് ഉള്ളോട്ട് കയറ്റിയെടുക്കുന്നത്. ഓക്കെ, ഒന്ന് കയറ്റിയെടുത്ത് രണ്ടാമത് കയറ്റിയെടുക്കുകയാണ്. രണ്ടാമത് കയറ്റിയെടുക്കും, ജസ്റ്റ് ഇതോ കയറ്റിയെടുക്കും. ഇനി കുറച്ച് ലൂസ് കണക്കാക്കിയിട്ട് ഉള്ളോട്ട് വലിച്ചിടുന്നുണ്ട്, കാരണം ഇത് നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അവിടേക്ക് ഒരു 6 പ്രാവശ്യം ചുറ്റുന്നുണ്ട് ഫ്രണ്ടിലേക്ക്. നമ്മളെ ചൂണ്ടൽ കണ്ണീൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ബ്രൈഡ് കയറ്റിയ ആ ഭാഗം കൊണ്ട് ഒരു 6 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നുണ്ട്. 1 2 3 4 5 6 പെർഫെക്റ്റ്. അത് കെട്ടിയെടുത്തു. പിന്നെ ഈ സെയിം മെത്തേഡ് തന്നെ കെട്ടി ഈ ഭാഗമില്ലേ താഴോട്ടും റിപ്പീറ്റ് ചെയ്യാം. ജസ്റ്റ് അതൊന്ന് ഇവിടെ പിടിക്കുക. ജസ്റ്റ് ഈ ബ്രൈഡിൻ്റെ ലൈന് ജസ്റ്റ് ഒന്ന് ഇവിടെ മടക്കിയിട്ട് പിടിക്കുക. ഇത് സെയിം താഴോട്ട് തന്നെ പിന്നെ ഒരു 3 പ്രാവശ്യം 1 2 3 3 4 പ്രാവശ്യം ചുറ്റാം. 4 പ്രാവശ്യം ചുറ്റി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബ്രൈഡ് നമ്മൾ ആദ്യം കയറ്റി വന്നപ്പോൾ ഉള്ള ഒരു ചുറ്റുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെക്കുക. എന്നിട്ട് ഈ ബ്രൈഡ് ലൈന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടില്ല, സെറ്റ് കട്ടായിട്ടത്. ഈ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെ ചൂടാക്കി ഉരുക്കി കൊടുക്കുക. അപ്പം ബ്രൈഡും ചൂണ്ടൽ കണ്ണിയായിട്ട് നമ്മൾ ടങ്കീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു.
ഇനി വേണ്ടത് ഇതിൽ വെയിറ്റ് ആട്ടോ ഇടയുണ്ട്. വെയിറ്റ് ഞാൻ ഇടയിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളാ കെട്ട് സെറ്റായിട്ടോ. ഇതാണ് കെട്ട് സെറ്റായി, അടിപൊളി ഒരു കെട്ടായി മാറി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് ആഡ് ചെയ്യണം. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആഡ് ചെയ്യുന്നത്. വെയിറ്റ് എടുക്കാം, ചെറിയൊരു വെയിറ്റ് ഇടാം. വലിയ കനത്തുള്ള വെയിറ്റ് ഒന്നും വേണ്ട, ചെറിയൊരു വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ടാൽ എന്താ പ്രശ്നം, കല്ലിടുന്നതിലേക്ക് ഏറ്റവും നല്ലത് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ വെയിറ്റ് ഇടുന്നതിനനുസരിച്ച് എവിടെയും കുടുങ്ങി പൊട്ടാനുള്ള ചാൻസ്. അപ്പോൾ കല്ലായിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കെട്ടുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വെയിറ്റ് കിട്ടുന്നതെന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ എൻഡില്ലേ, നമ്മൾ 2 എൻഡ് ഉണ്ട്. ബ്രൈഡ് ലൈൻ ഇപ്പോൾ ഒന്ന് അറ്റാച്ച് ചെയ്ത്, പിന്നെ ഇനി ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്യണം, കാണിച്ചു തരാം. ഈ വെയിറ്റിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്നത് കയറ്റി എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ലൂപ്പും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്നോളൂ. അപ്പോൾ ഇനി അടുത്തൊരു കെട്ട് കെട്ടാൻ പോവാണ്. അപ്പോൾ ഈ കെട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒരു കെട്ടും കൂടെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ വെയിറ്റ് നിൽക്കാൻ കാരണം ആ കെട്ടാണ് കേട്ടോ. ഊരി പോവില്ല, അവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഒരു ഒഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടും കൂടെ നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത ആ സെയിം മെത്തേഡ് തന്നെ. എന്നിട്ട് ഇതാ നേരെ അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഒരു കെട്ടായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കെട്ടാണ്. അങ്ങനെ കെട്ടിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, നമ്മൾ ബ്രൈഡ് ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഈയക്കട്ട അടിയിൽ കൊടുത്ത്. ഓക്കെ, സംഗതി എന്താ വെച്ചാൽ ഈ ഈയക്കട്ട പോയിട്ട് ഈ കടലിൽ നമ്മൾ എറിയുമ്പോൾ അവിടെ വീണ് എടുക്കും. പിന്നെ ഈ ബാക്കി വരുന്ന ഈ ലൈനുകളില്ലേ, ഇതിലാണ് നമ്മൾ ചെമ്മീൻ കൊടുക്കുക. അപ്പോൾ ഈ ബ്രൈഡ് ലൈനിൻ്റെ മുകളിൽ നമ്മൾ എറിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കയ്യിൻ്റെ വിരൽ വെച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മീൻ കൊത്തുന്ന ക്ലിയർ അറിയും. അപ്പോൾ കൊത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഉക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മീൻ കുടുങ്ങി കൊണ്ട് പോരും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട്. ഞാൻ ഇതിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്. സക്സസ് ആണ് ഈ പരിപാടി. മീനുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മീനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ചെമ്മീൻ വാങ്ങാൻ കുറേ തപ്പി നടന്ന് നേരം പോയി. അപ്പോൾ ഒരു ചെറിയൊരു ചായക്കടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. 10 രൂപ കഴിക്കാം. അപ്പം അത് കഴിക്കട്ടെ, അല്ലെങ്കിൽ വയറ് കാണും. വെള്ളം വാങ്ങിയിട്ടുണ്ട്. ചെമ്മീൻ കിട്ടാൻ നമ്മൾ കുറേ തപ്പി, ഹാർബറിലൊന്നും പോയിട്ട് സാധനം കിട്ടിയില്ല. കപ്പിൾസൊക്കെ വരുന്നുണ്ടല്ലോ. ഐശ്വര്യമായിട്ട് തുടങ്ങണം. അതിത് കഴിച്ചു ചെയ്യട്ടെ. നമ്മൾ ചെമ്മീൻ എപ്പോഴും സേഫാക്കി വെക്കണം. കാരണം എന്താ വെച്ചാൽ പൂച്ചയും എലിയും അധികം ഈ കടലിൻ്റെ സൈഡിൽ ഉണ്ടാവും. എനിക്ക് അനുഭവം ഉണ്ടായതാണ്. ചെമ്മീൻ എപ്പോഴും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ചെമ്മീൻ പൂച്ച വന്നിട്ട് മൊത്തമായിട്ട് കവർ കടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ പൂച്ച കഴിക്കില്ല, ആ കല്ലിൻ്റെ ഉള്ളിൽ വെറുതെ കൊണ്ടുപോയി ചുമ്മാ ഇടുകയും ചെയ്യും. കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ മാൽച്ചുകൊണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് മച്ചന്മാരെ. അപ്പോൾ നമ്മൾ എറിഞ്ഞു നോക്കാം. ഓക്കെ, സേഫായിട്ടുള്ളൊരു കല്ല് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഒന്ന് എറിഞ്ഞു നോക്കാം ഉള്ളിലേക്ക്. അപ്പോൾ വെള്ളമൊക്കെ കണ്ടില്ല നിങ്ങൾ, ഏകദേശം ഒരു പാട കെട്ടിയ മാതിരി ഉണ്ട്. അതിനും കുഴപ്പമില്ല, നമുക്ക് എറിഞ്ഞു നോക്കാം. എന്താ റിസൾട്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ ബാഗ് അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു ചേട്ടൻ എന്താ മൂപ്പരിട്ട് ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും, പോയി നോക്കിയില്ല. ചൂണ്ടമ്പൊക്കെ എറിഞ്ഞു നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാസ്റ്റാണ്. ഇത് അടിക്കുമെന്ന് ഭാഗ്യമായിരിക്കും. നോക്കാം. ഓക്കെ, ചെന്ന് പോകുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈനിൻ്റെ മുകളിൽ ഏകദേശം ആ ലൈൻ നമ്മൾ കയ്യുമ്മേൽ എടുത്ത് പിടിക്കുക. അപ്പോൾ മീൻ അവിടെ കൊത്തുന്നത് ഇവിടെ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ട്രൈ ചെയ്തതിന് കാര്യം ഉണ്ടായിട്ടോ.
നമുക്ക് ടാർഗറ്റ് ചെയ്ത മീൻ തന്നെ കിട്ടി, കോരേനെ. ഇതാണ്ടില്ലേ, ഉണ്ടോ? ഞാൻ തെറി പറയുന്ന കണ്ടില്ലേ അതിനെ പിടിച്ചതിന്, കണ്ടോ? നമുക്ക് ഫസ്റ്റ് മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടോക്കട്ടെ എന്തേ അടിക്കുമെന്ന്. ഇതാണ് കേട്ടോ കോര. നമ്മൾ ഏട്ടയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഏട്ടയും കിട്ടാൻ ചാൻസ് ഉണ്ട്, കതിരാനും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, ഞാൻ കാസ്റ്റ് ചെയ്ത് നോക്കാം എന്താ അടിക്കുകയെന്ന്. നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കോര. നല്ല അടിപൊളി ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ 2-3 കാസ്റ്റ് ചെയ്ത് അതിൽ 4ാമത്തെ 5ാമത്തെ കാസ്റ്റിലാണ് മീൻ അടിച്ചത്. ഞാൻ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എറിയട്ടെ, നോക്കാം. അപ്പോൾ അതങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. വെയിൽ ജസ്റ്റ് വെയിൽ ക്ലോസ് ചെയ്തോളാം. എന്നിട്ട് ഇവിടെ ഇരിക്കുക, വെയിറ്റ് ചെയ്യാം മീൻ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അടിച്ചിട്ടുണ്ട് ചമാരെ അടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഒരു വെലി കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. മീനുണ്ട്. മച്ചമാരെ. അപ്പോൾ നമ്മളെ മാൽച്ചൂണ്ടയിൽ 2ാമത്തെ മീൻ കേട്ടോ. സക്സസ് ആട്ടോ, പരിപാടി സക്സസ് ആണ്. മീനുണ്ടെങ്കിൽ എന്തായാലും അടിച്ചിരിക്കും, ചറ അടിച്ചിരിക്കും. കണ്ടില്ല ഞങ്ങൾ ഇവിടെ 2ാമത്തെ മീനാട്ടോ. അധികം കളിച്ചിട്ടുണ്ടെങ്കിൽ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വലിയ സഞ്ചിയൊക്കെ കൊണ്ടുവന്നാ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ കണ്ടപ്പോൾ 2 കിലോൻ്റെയൊക്കെ മീൻ ആൾക്കാർ പിടിച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചെടുത്താണ്ടില്ല. നോക്കാം, ഇനി മുമ്പേക്ക് എറിഞ്ഞ് നോക്കാം, ക്ലാസ് ചെയ്തിട്ട് നോക്കാം അടിക്കാമെന്ന്. അടിച്ചിട്ട് മച്ചാമാരെ പൊട്ടി വീഴാണ്ടെന്ന്, ചുണ്ട് പൊട്ടിപ്പോ. അതാണ് ഈ കോരൻ്റെ മെയിൻ പ്രശ്നം, ചുണ്ട് പൊട്ടി വീഴാൻ ചാൻസ് കൂടുതലാണ്. എന്താ മീൻ കയറിയുണ്ട മച്ചാമാരെ? കുഴപ്പമില്ലാത്തൊരു മീനും കൂടെ കയറിയുണ്ട്. ഇപ്പോൾ വീടാവും കളിച്ച് സെറ്റാട്ടോ. കണ്ടോ സൗണ്ട് കേട്ടില്ലേ? നമ്മൾ 3ാമത്തെ മീൻ കേട്ടോ. മൊത്തം എറിയാൻ പോവാണ്. ഇവരൊക്കെ ഇതാ കാണുന്നുണ്ട് കേട്ടോ. ഗാലറിയിൽ കുറച്ച് ടീമുണ്ട്. നമ്മൾ എറിഞ്ഞിട്ട് നോക്കാം. ഇത് വലിയ എന്താ പാടിയെന്നൊന്നും അറിയില്ല. മീനുണ്ട്, ചെയ്യാം. അടിച്ചു വെച്ചാൽ സാധനം ഉണ്ടോ നോക്കാം. ഉണ്ട്. ഓക്കെ, നമ്മളെ 4ാമത്തെ കോര വന്നിരിക്കുന്നു. നോക്കാം, കണ്ടില്ല? അത്യാവശ്യം എല്ലാം ഒരേ സൈസാട്ടോ, വലിയ സൈസൊന്നും, ചെറിയ സൈസാണ്. അല്ല, പൊരിക്കാൻ പറ്റിയ സൈസാണ്. ഇതിന് കരച്ചിട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് സിനിമ കാണുന്നതിന് കുത്തിരിക്കുക കേട്ടോ എല്ലാവരും. മീൻ കയറുന്ന കാണാൻ. ശരിക്കും റോഡിൻ്റെ ടിപ്പിൽ അറിയുന്നുണ്ട് കേട്ടോ. ടിപ്പ് നോക്കി അങ്ങനെ മനസ്സിലാവും. മീൻ ജസ്റ്റ് വെക്കാൻ വന്നു. മീനടിച്ചിട്ടുണ്ട്. മിസ്സായുള്ളതൊന്നും അറിയില്ല, ക്യാമറ ഹോൾഡ് ചെയ്യുന്നതിനോണ്ട്. ഇത് സൈസ് ഉണ്ടോ? ഇല്ല, സെയിം സൈസ് തന്നെ കേട്ടോ. പോലെ വട്ട് കയറിയിട്ട് മച്ചാൻ പറയാം. നമ്മളെ ഉള്ളിക്കോര പൊരിച്ചടിക്കുക സാധനം. പിന്നെന്തോ പറയുന്നുണ്ട് കേട്ടോ നമ്മളോട്. ഉണ്ടോ? 5ാമത്തെ മീനാട്ടോ നമ്മളെ.
മച്ചവര് 2 എണ്ണം, ഒരു ചൂണ്ടയിൽ 2 എണ്ണം കേട്ടോ. പൊളി. അടിച്ചില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസാണ്. നമ്മളെ തൊട്ടടുത്തിരുന്ന് ചൂണ്ടിട്ടിരുന്ന ആ ചേട്ടന് എത്രമാത്രം മീനിനെ കിട്ടിയിട്ട് നോക്കട്ടെ നമുക്ക്. ആളിവിടെ ഉണ്ട്, ബസ് ചെയ്തോണ്ട് ചെമ്മീൻ തീരാനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഊപ്പർ കിട്ടിയ മീനിനെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലോണം കയറിയുണ്ട് കേട്ടോ മീൻ. കോര മറ്റേ കവറില തെരണ്ടി കയറിയുണ്ട്. തെരണ്ടീനെ കുത്തി അത്യാവശ്യം നല്ല മീൻ കയറിയുണ്ട്. തെരണ്ടീൻ്റെ കുട്ടി അതിൻ്റെ മുള്ളുകൾ ഒഴിവാക്കിയോ? ഒഴിവാക്കില്ലേ? അത് ചാക്കില്ല, അതിൽ തന്നെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. മീൻ ചിലപ്പോൾ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളെപ്പോഴാണ് പോകുന്നത്? കുറച്ച് കഴിയില്ലേ? 100 കഴിച്ചോ? എന്നാ കാണാം, ഞാൻ പോട്ടെ. അപ്പോൾ നമുക്ക് നല്ല വിട കേട്ടോ. അത്യാവശ്യം നല്ല വെയിലായിണ്ടേ. അപ്പുറത്ത് ഇതാ ഇപ്പോൾ ഓരോ ആൾക്കാർ ചൂണ്ടിടാനൊക്കെ കാണുന്നുണ്ട്. നല്ല ഇറങ്ങും. നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. ഒരു 3-4 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം കേട്ടോ നമുക്ക് നല്ല മീനിനെ കിട്ടിയത്. ഇത്രയും മീനിനെ കിട്ടാൻ കാരണം നമ്മൾ ആ വെയിറ്റ് സമയം എടുത്തതിനെ കൊണ്ടാണ്. കാരണം മീൻ ചറപറ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് തോനെ കയറും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം പോകാനുള്ള പരിപാടിയാണ്. നമ്മളെ വണ്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മച്ചവരെ അത്യാവശ്യം നല്ല വെയിൽ വന്നു കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കി. മാൽച്ചൂണ്ട വെച്ചിട്ട് നിങ്ങളെ നാട്ടിലുള്ള പുലിമൂട്ടിലൊക്കെ പോയി കാസ്റ്റ് ചെയ്ത് നോക്കുക. എന്താ മീൻ അടിക്കാൻ. പല്ലിക്കോര, ഏട്ടയൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഏട്ടയൊക്കെ എനിക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ മച്ചവരെ നമുക്ക് അടിച്ച മീൻ ഇതാ കേട്ടോ, കോര. അത്യാവശ്യം ഒരു 10-15 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം കടലിന് വലിയ ഡീറ്റെയിൽ ചെയ്തിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല.